ഹലോ. ഹലോ. ഇന്നേ ഞങ്ങള് കൊറേ കമന്റ്സും കാര്യങ്ങളും ഫേസ്ബുക്കിൽ കണ്ടു ട്ടോ. ഒന്നിന് റിപ്ലൈ കൊടുക്കൂല എഴുതിയതാ, പക്ഷെ ഹൈ ലെവലായി എമ്മാതിരിച്ചിട്ടാ. മതം, സംഘി എന്താണ് ഉദ്ദേശിക്കണെന്ന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അപ്പൊ അതിനുള്ള റിപ്ലൈ തരാൻ വേണ്ടിട്ട് മാത്രമുള്ളതാണ് ഈ വീഡിയോ. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇന്നൊരു ഫോട്ടോ ഇടാൻ പാടില്ല. ഞങ്ങള് മൂന്നാളും പറ്റില്ല. അതും പോരാഞ്ഞ് ഞങ്ങളുടെ വെന്നി സഹിക്കാ തോന്നുന്നു. ഞങ്ങളുടെ കൂടെ ഉള്ള ഇപ്പൊ നമ്മുടെ തന്നെ പാർട്ട്ണറാണ് കണ്ണൻ സതീഷ്. അവന്റെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ഫോട്ടോ ഇടാൻ പാടില്ല. അതാണ് ഇവിടെ ഭയങ്കര വിവാദം. എന്താ വിവാദമാവാൻ എന്താ അത്ര വലിയ പ്രശ്നം എനിക്കറിയില്ല. എന്താ, ഞാൻ മുസ്ലിമാണ്. ഒരു SFI എന്ന് പറഞ്ഞിട്ട് DYF എന്തോ ഒരു എന്താ ഒരു പ്രിയംവദ എന്ന് പറഞ്ഞിട്ടൊരു ഐഡി ഉണ്ടായിരുന്നു. പ്രിയംവദ P എന്ന് പറഞ്ഞിട്ട്. മൂപ്പത്തേര് മുൻപേ ചോദിക്കുന്നതാണ്, നിങ്ങൾ അവന്റെ വൈഫാണോ, 2 വൈഫാണോ അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഒരാടിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ അതൊക്കെ അവന്റെ ഭാര്യമാരാണോ? എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഞങ്ങൾ കൃത്യമായിട്ട്, ഞാൻ പറയട്ടെ, വേറെ ഒന്നുമല്ല, ഒരുമിച്ചൊന്ന് നിൽക്കുന്ന വീഡിയോ, അതല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും വർക്കിനെ സംബന്ധിച്ച വീഡിയോ, ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ സമയത്ത് പറയുന്ന ഡയലോഗാണിത്. ഇനിയിപ്പോ അത് പറയാ എന്ത് ഫോട്ടോ ഇട്ട് എന്നുള്ളത് നിങ്ങൾ ചോദിക്കരുത് കേട്ടോ. കാരണം ഇതാണ് ആ ഫോട്ടോ. ഇത് എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിൽ എന്ത് വിവാദമാണ് ഇവര് ചെയ്യുന്നത്? ഒരു ഐഡിയ കിട്ടണില്ല, ഒന്നിനൊരു ഐഡിയ കിട്ടണില്ല. ഈ ആൾക്കാര് ഈ മതത്തിനെ കൊടുന്നിട്ട് ഇതിലിടുക. ഇപ്പൊ ലാസ്റ്റ് ആ പ്രിയമതയാണോ ആ മെസ്സേജ് ഇട്ടത്? എന്താ, നിനക്ക് നിന്റെ നന്ദന മതത്തിനനുസരിച്ച് പോവാന്നുണ്ടെങ്കിൽ നിനക്ക് പിന്നെ 1000 പേര്, ലക്ഷങ്ങൾ കൂടെ ഉണ്ടാവും. എന്താ ഈ മതല്ലാന്നുണ്ടെങ്കിലോ? ഞാൻ മതല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരും ഉണ്ടാവില്ല. ഞാൻ അതാ ചോദിക്കണത്. പിന്നെ ഈ മതത്തിൽ എന്തിരിക്കണു? ഇപ്പൊ പിന്നെ മുസ്ലിംസിന് എന്താ, ഹിന്ദുസിനോട് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അവരായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ പാടില്ലേ? ഞാന് ഒന്ന് രക്ഷപ്പെട്ടത്, ഞാന് എല്ലാരെ പോലെയും വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. പിന്നെ ഞാൻ എന്റെ അതും കൊണ്ട് പഠിച്ച് ഈ നിലയിൽ എത്തിയപ്പോ ഇപ്പൊ അതിനൊരു മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇല്ലാതാക്കുക. ഇവള് ഈ പറയുന്ന പടച്ചോനെ വിളിക്കുന്നതും ഞാൻ എന്റെ ഭഗവാനെ വിളിക്കണതും ഒന്നായി കാണണോല ഞങ്ങള്. ഞാനൊരു ഇതിട്ടായിരുന്നു, കൂടെ പിറന്നെങ്കിലും ഞാൻ പറയട്ടെ, ഒരമ്മയുടെ വയറ്റിൽ പിറക്കണം എന്നില്ല കൂടപ്പിറപ്പുകളാവാൻ. ഒരമ്മയുടെ വയറ്റിൽ പിറന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്, ഇല്ലേ? സ്വന്തം അച്ഛനും അമ്മേനെയും നോക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അതിന്റെ ഇടയിൽ ഞങ്ങള് ഒരേപോലെ ചിന്തിച്ച് ഒരേ ചിന്താഗതിയിൽ ഞങ്ങള് ഞങ്ങളുടെ ജോലിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ പിന്നെ രാവിലെ ഒരു 10 മണി മുതൽ 5 മണി വരെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. വീട്ടിലുള്ളേക്കാട്ടും ഞങ്ങൾ തന്നെ ഒരുമിച്ച്. ഞാൻ വരുമ്പോ എന്റെ മോനെയും കൊണ്ടും. അതേപോലെ ഈ കുട്ടി, ഇത് എന്റെ കുട്ടിയാണ്, എന്റെ ഹസ്ബൻഡാണ് അവൻ എന്നൊക്കെയുള്ള ഇതിലാണ് പറയുന്നത്. ഇത് ഇവളുടെ കുട്ടിയാണ്. ഈ പറയണ അങ്ങനെ ഞങ്ങൾ പക്ഷാഭേദം കാണിക്കണവരല്ലാത്തതുകൊണ്ടാണ് ആ കുട്ടി ഫുൾ ടൈം ഉണ്ടതില് എന്റെ കൂടെ. എനിക്കും 2 മക്കള്, എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, അവൾക്ക് ഹസ്ബൻഡ് ഉണ്ട്. ഈ പറയുന്ന അവന് വൈഫ് ഉണ്ട്, 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡിന് നട്ടലില്ല. എന്ത് വർത്താനാടോ ഈ പറയണത്? ഒരു ഇതുമില്ലാത്ത വർത്താനം. എന്താ പറയാ, മതത്തിന്റെ പേരിൽ പറഞ്ഞിട്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തോ ഒരു പേര് പറഞ്ഞിട്ട് അതൊന്നും കമന്റ് ഞാൻ ഇവിടെ പിന്നെ കൊടുക്കട്ടില്ല. ആ കാക്കാനോട് ചോദിക്കുന്നത്, നിങ്ങളെ പഠിച്ചോന് നിയമിച്ചിട്ടുണ്ടോ? ഇസ്ലാമപരമായിട്ട് പിന്നെ ജീവിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ പറയണതൊക്കെ ഞാൻ കേട്ടിട്ട് പിന്നെ സംഘികളാണ്. എനിക്കാണെങ്കിൽ സംഖ്യ പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ? സംഖ്യ വെച്ചപ്പോ നമ്മളതിന് മനുഷ്യന്മാരിനെയാണ് ഇതാക്കണതേ. എന്താ പറയാ, സ്ക്രീൻഷോട്ട് എടുത്തേച്ചിരിക്കുന്നു. ഭർത്താവില്ല, നിന്റെ ഭർത്താവിന് നട്ടലില്ലേ? എന്റെ ഭർത്താവിന് നല്ല നട്ടലുണ്ട്, ഒരു കുഴപ്പമില്ല. അതാണോ ഒരു നന്ദന പല്ലവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്. അവരുടെയൊക്കെ കമന്റ് കണ്ടിട്ടുണ്ട് ചണ്ടല്ലോ. സത്യം പറയാലോ, എന്തൊക്കെയാ അതിനകത്ത് പറയുന്നു എന്നുള്ളത് സത്യം പറയാം. ഇപ്പൊ ഇങ്ങനെ പോലും പറയാൻ നമുക്ക് നാണം വരുന്ന, അല്ലെങ്കിൽ ഉളുപ്പ് തോന്നുന്ന രീതിയിലാണ് അവർ കമന്റ് ഇടുന്നത്. പക്ഷെ അത് ഫേക്ക് ഐഡി ആണ്, അത് ഉറപ്പാണ്.
പക്ക ഫേക്ക് ആണ്. ആ. അവർക്ക് നേരിട്ട് ഞങ്ങൾ മെസ്സേജ് അയച്ചാലും പക്ക ഫേക്ക്. ഞങ്ങൾക്ക് ആരും ഭയക്കേണ്ട ആവശ്യമില്ല. ഹിന്ദു മതം സ്വീകരിച്ച ഇവള് ഞങ്ങളെ ഹിന്ദുക്കളുടെ കൂടെ നിൽക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം, അതോ ഇവള് മുസ്ലിം ആയതാണോ നിങ്ങളുടെ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതോ ഇനി ഞങ്ങള് ഒരാണും രണ്ട് പെണ്ണുങ്ങളും പാർട്ട്നേഴ്സ് ആയതാണോ പ്രശ്നം? മത തീവ്രവാദികളാണ്, വേറൊന്നുമില്ല. പാകിസ്ഥാനിലും വേറെ എവിടെയെങ്കിലും പോയിട്ട് ജനിക്കേണ്ടതായിരുന്നു. അല്ല. അതവിടെ ജനിച്ചു പോയി. അല്ല, കേരളത്തില് അമ്മനെത്തിന് മത പറഞ്ഞാ മതി. തീവ്രവാദം ഇല്ല എന്ന് പറയുന്നത് വെറുതെ ഇതാ ഇങ്ങനെയുള്ള കുറെ എണ്ണം ഈ പറയില്ലേ, ഈ പച്ചക്ക് പറയുകയാണെങ്കിൽ നമ്മൾ പറയും സ്വന്തം തന്തേനും തള്ളേനും പറയിപ്പിക്കാൻ വരെ ഉണ്ടാക്കിയ ഓരോ മുതലുകളാണ് ഇങ്ങനത്തെ. അത്രേ ഞാൻ പറയുള്ളൂ. അതിലപ്പുറം പറയാൻ എന്റെ മനസ്സ്, എന്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഈ പറയണ ഞങ്ങളെ നല്ല രീതിക്ക് ജീവിച്ചു വരുമ്പോ, അല്ലെങ്കിൽ വേറൊരാളുടെ മുന്നിൽ വേറെ ഒരു പണി ചെയ്യാതെ മാന്യമായിട്ട് ഞങ്ങളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോൾ വേറൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഉള്ള കണ്ണുകടി, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീഡിയോസ് ഇടാറുമ്പോ ഞങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ, ഞങ്ങൾക്കൊരു ഈ എന്റർടൈൻമെന്റ് പറയുന്ന നിങ്ങളുടെ ഇതിൽ വന്ന് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല ഉണ്ടോ? ഇല്ല, നമ്മുടെ അക്കൗണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനും ചേച്ചിയും കണ്ണേട്ടന് എന്നെക്കാട്ടിലും എത്ര വയസ്സുണ്ട്? ചേച്ചിക്ക് എന്റെ ഉമ്മാനി ഇപ്പനി പ്രായമുണ്ട്. എന്നിട്ട് നിങ്ങൾ മടിത്തരം പറയുമ്പോ ഞാൻ എന്താ പറയണ്ടു? ഞാൻ അതൊക്കെ ആലോചിച്ചേ, ഞാൻ പിന്നെ ഒന്നും മുണ്ടണില്ല. ഞാനില്ലേ ഇവള് കമന്റ് പറയാറില്ല. പിന്നെ എനിക്ക് സഹിക്കാഞ്ഞിട്ട് ഇവളെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും. അതിന്റെ ഇടയിൽ ഒരാൾ വന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ട് അപ്പൊ തന്നെ അത് റിമൂവ് ചെയ്തോ, നിനക്ക് എന്താ അവളെ പറയുമ്പോ പൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ട്. ഈ പറയുന്ന പൊള്ളും. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇവളെ കാണുന്നത് വേറിട്ട് കാണുന്നില്ല, എന്റെ ചോരയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് പൊള്ളും. നിങ്ങൾ പറയുമ്പോ നിങ്ങൾ അവളുടെ ഇതില് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഞാൻ വന്ന് പ്രതികരിക്കും. സ്വാഭാവികം. എന്റെ ശീലാണത്. എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അത് ഈ എന്നെ വീഡിയോ സംബന്ധിച്ച്. എടുക്കണതിന് ചേച്ചി കൊറേ ക്ഷമിച്ചു. ഞങ്ങള് കൊറേ ക്ഷമിച്ചാണ് കുറെ ക്ഷമിച്ചു. എന്നിട്ട് ഇന്നലെ രാത്രി എനിക്ക് നന്ദന പറഞ്ഞ വ്യക്തി പിന്നെയും മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചതാ. എന്തൊക്കെ പകൽ വിളിച്ച് ഫ്രണ്ട്സ്, പകല് രാത്രിയിൽ ഭാര്യമാര്, എന്താ ഇതൊക്കെ? അമ്മയും അച്ഛനും പഠിപ്പിച്ചു കൊടുക്കണതാ, വേറെ ഒന്നുമല്ല. അപ്പൊ ഞാൻ അതിന് തിരിച്ച് മറുപടി ഇട്ടു, നിങ്ങളുടെ ഫാമിലി അങ്ങനെയാണോ? അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ഞങ്ങളുടെ രജിസ്റ്റർ വിവാഹം എന്നാണെന്ന്. ഈ പറയുന്ന ഞങ്ങളുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഇത് കാണും, മനസ്സിലാക്കണം. ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ഈ പറയുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഉളുപ്പുണ്ട് എന്നാ ഞാൻ ആലോചിച്ചു. ഇത് ഫുള്ള് ഫേക്ക് അടിയാണ്. അതോ ഈ ഈ പറയുന്ന ചിലപ്പോ ഈ നന്ദന പല്ലവി എന്ന് പറഞ്ഞത് വ്യക്തി തന്നെ ചിലപ്പോ ഫേക്ക് ആയിരിക്കും, ചിലപ്പോ അതൊരു ബോയ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇവര് പറയുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ അതിന്റെ ചോട്ടിൽ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരവരെ പറയട്ടെ, മതഭ്രാന്തന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഞങ്ങളെ സപ്പോർട്ട് മതഭ്രാന്തന്മാര് ഇഷ്ടം പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഹിന്ദുക്കളും മുസ്ലിംസും ഒപ്പം നിന്ന് ഫോട്ടോ ഞങ്ങൾ ഇനി ഇടും. ഇതിൽ വലിയ തെറ്റില്ല. ഞാനൊരു തെറ്റ് ചെയ്യണില്ല, ചേച്ചി ഒരു തെറ്റ് ചെയ്യണില്ല, കണ്ണേട്ടനൊരു തെറ്റ്. ഞങ്ങൾ തെറ്റ് ചെയ്യാത്ത പക്ഷെ ഞങ്ങൾ എന്തിനാ പിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ പറയട്ടെ, ഞങ്ങൾ രാവിലെ വരുന്നു, ഞങ്ങളുടെ പണി, ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ്, ഞങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് 2 ദിവസമായി പറയുന്നുണ്ട്, ഈ നെഗറ്റീവ് കമന്റ്സിനെതിരെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞങ്ങള് പറഞ്ഞിട്ട് തന്നെയാ. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യണേന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, എടി അതൊന്നും ചെയ്യാ, എനിക്കൊരു മനസ്സമാധാനം. എനിക്ക് ഇന്നലെ രാത്രി ഒക്കെ കടന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ സാധാരണക്കാരാ. രാവിലെ എണീക്കുന്നു, അവനവന്റെ വീട്ടിൽ അവനവന്റെ മക്കളുടെയും കെട്ടിയവന്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ ജോലിക്ക് വരുന്നു. ജോലിയുടെ ഇടയിൽ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോസ് ചെയ്യുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു. അതിനെന്താണ് നിങ്ങൾക്ക് പ്രശ്നം? അതാണ് ചോദിക്കാനുള്ളത് എനിക്ക്. ഇവള് മുസ്ലിം ആയതാണോ പ്രശ്നം? ഞാൻ ഹിന്ദു ആയതാണോ പ്രശ്നം? അതോ ഇനി ഞങ്ങളുടെ കെട്ടിയോമാര് ഞങ്ങളെ ജോലിക്ക് വിടുന്നതാണോ പ്രശ്നം? എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവരുടെ പ്രശ്നം വേറെ ഒന്നുമല്ല, മതം. അതെ, പിന്നെ സ്വന്തമായി സ്വന്തം കാലിൽ നിന്ന് നിൽക്കാൻ പാടില്ല. ഒരു എല്ലാരും വീട്ടില് പിന്നെ ഒതുങ്ങി വീട്ടിലത്തെ പണിയെടുത്തിട്ട് കരഞ്ഞൂട്ടും പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കണം. എന്തെങ്കിലും ഒരു പൈസ വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനോടൊക്കെ പോയിട്ട് ഒരു 10 രൂപ തരൂ, ഒരു 100 രൂപ, ഒരു കുട്ടിന്റെ ഫീസ് കൊടുക്കാൻ ഒരു 100 രൂപ അങ്ങനെയൊക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ കറക്റ്റാ, ഒരു ഇതില്ല. എന്താ പറയാ, ഈ പറയുന്ന ഇപ്പൊ കണ്ണനായിക്കോട്ടെ, അവന്റെ വൈഫ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറിയ കുട്ടികളായത് കാരണം കൊണ്ട് അവള് വീട്ടിൽ നിൽക്കുന്നു, സ്വാഭാവികം. ഈ പറയുന്ന അവള് കാണും, അവന് 2 മക്കളുണ്ട്. അവരൊക്കെ കമന്റ് കണ്ടിട്ട് ചെറുക്കേ. കാരണം എന്താണെന്നറിയോ, അറിയാം, ഞങ്ങളെ അറിയുന്നവർക്ക് അറിയാം. ഞങ്ങള് ഇപ്പൊ ഏകദേശം ഞാനൊരു 10 വർഷമായി ഞങ്ങൾ ഒരുമിച്ച്.
ഇവള് വന്നിട്ട് ഇപ്പൊ ഒരു 4 വർഷമായി. ഇതിന്റെ ഇടയിൽ ഞങ്ങളെ അറിയുന്നവർക്ക് ഇപ്പൊ തെങ്കര, മണ്ണാർക്കാട്, കടമ്പൂർ ഇവിടെ ഉള്ളവർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ 3 പേരുടെ ഫാമിലിക്ക് അറിയാം ഞങ്ങൾ എന്താണെന്നുള്ളതും ഞങ്ങൾ എങ്ങനെയുള്ളവരാണെന്നും. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് പിന്നെ എന്താ കണ്ണേട്ടന്റെ ഒരു ഇത് ഇവിടെ പറയാണ്ട്, ഈ പൊട്ടിട്ടൊരു സംഖ്യയാണോ, കുറിയിട്ടൊരു സംഖ്യയാണോ രാവിലെ? അപ്പൊ മുസ്ലിംസ്, ഞാനിപ്പോ മുസ്ലിമാണ്, ഞാൻ എന്താ പാകിസ്ഥാനി തീവ്രവാദിയാണോ? ഞാൻ ചോദിക്കട്ടെ. അല്ലാന്ന്. ഇതിപ്പോ പിന്നെ എന്നോട് ആ കാക്ക എന്താ പറയുക, മക്കനെയൊക്കെ ഒഴിവാക്കി പേര് മാറ്റാ പോവും പറഞ്ഞിട്ട് വേണം ഇച്ച് പേര് മാറ്റാൻ വെക്കൂലേ? എന്നോട് പേര് മാറ്റേ. അവള് പടച്ചോനെ വിളിക്കുന്നുണ്ട്. അവൾക്ക് അറിയാ പടച്ചോന് ഈ പറയുന്ന അവളുടെ മതത്തിൽ അവളെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവൾക്ക് നന്നായിട്ടുള്ള ബോധ്യമുണ്ട്. അവൾ അങ്ങനെ തന്നെ ജീവിക്കുന്നു, അവളുടെ മക്കളും അങ്ങനെ ജീവിക്കുന്നു. എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്ന മതത്തിന്റെ ഇതിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കറിയാം. ഞങ്ങൾക്കും കുഴപ്പമില്ല. ഈ പറയുന്ന നിങ്ങൾക്കാണ് പ്രശ്നം. അത് പ്രത്യേകിച്ചിട്ട് ഇവളെ കാണുമ്പോൾ പിടികൂട്ടുന്നത് എന്താണെന്ന് അറിയോ? ഇവള് മുസ്ലിം ആയത് കാരണം. ഈ മുസ്ലിമും ഹിന്ദുക്കളും ഒരിക്കലും കൂടിച്ചേരാൻ പാടില്ല എന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്. മുറിച്ച ചോര ഒന്ന് തന്നെയല്ലേ? സെയിം ആണ്. ചോപ്പന്നല്ലേ വരിക? ഇവൾക്കും കിളിപ്പച്ചയും കിളിമഞ്ഞൊന്നും വരൂലല്ലോ. അത്രേ ഉള്ളൂ. അവളുടെ ഭാഷയിൽ പറയാന്ന് വെച്ചാൽ അതാണ് സത്യം. മുറിച്ച ചോര ഒരേപോലെയാണ്, വേദന എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ പറയുന്ന ഞാൻ പറയുന്നു പരസ്പരം മനസ്സിലാക്കാൻ കഴിവുള്ളവരും ഒരേപോലെ ചിന്താഗതി ഉള്ളവരും നല്ല രീതിക്ക് മുന്നോട്ട് പോകുമ്പോൾ രക്ഷപ്പെടുന്നത് 3 കുടുംബങ്ങളാണ്. ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകും. വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമന്റ് ഇട്ടോ വെച്ചിട്ട് ഞങ്ങൾ ഇതില് 2-3 വ്യക്തികളുടെ വീഡിയോസ് ഞങ്ങൾ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഇടുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് അതിന്റെ വീഡിയോ ഞങ്ങൾ പക്കയായിട്ട് ഇടുന്നുണ്ട്. മാതിരി തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ മത തീവ്രവാദം വേറൊന്നുമല്ല. ഈ സംഘിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു കുറച്ച് കഴിയുമ്പോ വല്ല പിന്നെന്താ ട്രെയിൻ തൊട്ടൊന്നും കിട്ടും. ഞാനെന്താ പ്രേമിച്ചു കൊണ്ട് നടക്കില്ല നിങ്ങൾ പറയുന്ന രാവിലെ 10 മണിക്ക് വന്ന് പണിയെടുത്തിട്ട് വൈകുന്നേരം 5 മണിക്ക് ഞാന് പൊതുവെ പിന്നെ ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളാ. ഞാൻ അതിന്റെ ഇടയിൽ വ്ലോഗ് എടുത്തിട്ട് എനിക്കൊരു ഹാപ്പിനെസ് അല്ലേ, എന്റെ ഹാപ്പിനെസ് മുമ്പിൽ നിൽക്കും. ഞാൻ അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ ഇത്ര കാലം ഈ പറയുന്ന സംഭവം വീഡിയോസും ഇതൊന്നും ചെയ്തിട്ടില്ല. ഇവളിങ്ങനെ വന്ന് ഓരോന്നും ഇങ്ങനെ പറയുമ്പോ അതിന്റെ കൂട്ടത്തില്, കാരണം ഇവളെ ഞങ്ങൾ എങ്ങനെ കാണുന്നെന്ന് വെച്ചാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയും ഇവാനുവിന്റെ കുറച്ച് വലുപ്പം അത്രേ ഉള്ളൂ, കുറച്ച് വലുപ്പം ഉണ്ടെന്നുള്ളൂ, ബുദ്ധിയൊക്കെ ഏകദേശം ആ ഒരു ചിന്താഗതിയിലേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഒരേ വൈബിൾ. അവള് വന്നപ്പോ ഞങ്ങൾക്കും കൂടി മെന്റലി ഞങ്ങളുടെ ജോലി പറഞ്ഞറിയാലോ ഭയങ്കര സ്ട്രെസ്ഡ് ആയ ജോലിയാണ്. അതിന്റെ ഇടയിൽ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ സത്യം പറയാ ഉറങ്ങാൻ മാത്രമേ വേറെ പോകുന്നുള്ളൂ. ഇനിയിപ്പോ വീട്ടിൽ പോയാലും കൂടി ഞങ്ങൾ വിളിച്ച് സംസാരിച്ചോട്ടെ. അതെ, പറയുന്നവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല. അതാണ് മെയിൻ. അപ്പോ ഈ പറയുന്ന 1-2 വ്യക്തികളുടെ പറയാ ഞാന്, അവരുടെ ആ ഒരു ഉള്ളിലെ വിഷമൊന്നും പറയാൻ പറ്റില്ല. അയ്യോ പൊട്ടിയ വിഷാണ് എമ്മാതിരി. അപ്പൊ പിന്നെ ഇത് അത്യാവശ്യം ഇപ്പൊ തന്നെ ലോങ് ആയിക്കണോ തോന്നുന്നു. ഞങ്ങൾ ഇതിന്റെ പിന്നെ ഷോർട്ട് ഞങ്ങള് സെറ്റ് ആക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ചിലവര് ഈ വീഡിയോസ് ഒന്നും കാണൂല. വീഡിയോസ് കാണാതെ എന്താ ബന്ധം നിങ്ങളെ എന്തപ്പത് ഇപ്പൊ നാട്ടില് പൊതുവെ ഒരാൾക്ക് 2 ഭാര്യമാരൊക്കെ അല്ലേ, അതേപോലെ നമ്മളാണ് ചിത്രീകരിച്ചു. ഓന്റെ ഒരു ഭാഗ്യ, ഒരു ഹിന്ദു ഒരു മുസ്ലിം, ഓന്റെ ഒരു ഭാഗ്യം ഓർക്ക് 2 പെണ്ണുങ്ങളാണ്. ഈ പറയുന്ന ചിലപ്പോ വീഡിയോ എടുക്കുമ്പോഴായിരിക്കും ഞങ്ങൾ 3 ആളും ഒത്തുകൂടുന്നു. 3 ആളും പല ഓഫീസുകളിലും വന്നിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഞങ്ങൾ ആ ഒരു സമയത്താണ് ഇരുന്നത്. ഈ പറയുന്ന ഞങ്ങളുടെയൊക്കെ പ്രൊഫൈലിൽ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും ഇതൊക്കെ ഉണ്ട്. അതൊന്നും നോക്കുന്നില്ല. അങ്ങോട്ട് കാര്യം കണ്ടിട്ടില്ലേ, നെഗറ്റീവ് അടിച്ച് നീ കൊണ്ടും കാര്യമുണ്ട്. ഇതേമാതിരി ഞങ്ങൾ യൂട്യൂബും കൂടി പോയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ പെർഫെക്റ്റ് ആയി. അല്ല, അവര് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ, അതും കൊണ്ട് ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്തതാ. പൊന്നാര നെഗറ്റീവ് കമന്റുകാരെ, നിങ്ങള് കമന്റ് ഇടുകയേ ഉണ്ടാവുള്ളൂ. ഞങ്ങള് നിർത്തൂല, ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകും. ഭയങ്കര നിങ്ങളാണ് ഞങ്ങളുടെ സപ്പോർട്ട് കേട്ടോ. അതിൽ കുറെ പേര് അടിയിൽ വന്നിട്ട് പറയുന്നുണ്ട് മതഭ്രാന്തന്മാരാണ്, അവരവിടെ പറഞ്ഞോട്ടെ എന്നുള്ളത് പറയുന്നുണ്ട്.
അതെ, അതേ ലെവൽ തന്നെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങളെ പിന്നാലെ പറയാൻ ഒരാളും കൂടി ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ആളിവിടെ ഇല്ല. സൈറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങൾക്കും പോയിട്ടാണ്. അപ്പൊ മൂപ്പരും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തേഞ്ഞു. ഞാൻ പിന്നെ നേരങ്ങത്തിലുണ്ട് പറഞ്ഞുതരും ആരാണ് എന്താണ് എങ്ങനെയാണ്. ഒരു അന്തല്ലാത്ത വർത്താനാണ് എല്ലാവർക്കും. ഒരു ഒട്ടും ഇത്രത്തോളം അതപ്പതിച്ച രീതിയിലൊക്കെ സംസാരിക്കാൻ അവരെ പോലുള്ളവർക്ക് തന്നെ പറ്റും. ഞങ്ങള് സുല്ലിട്ടു നെഗറ്റീവില്. പിന്നെ ഡെയിലി മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. അതില് ഞങ്ങളൊരു പിന്നെ ഒരു വീഡിയോ, കുഞ്ഞു വീഡിയോ. കാരണം എന്താ വെച്ചാല് അത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇത് കാണുന്നില്ല. അത് പിന്നെ ഒന്നാമത് ലോങ് വീഡിയോ ആകുമ്പോ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ്. അപ്പൊ ഒന്ന് പിന്നെ ഇതിനു മുമ്പ് ഞങ്ങള് പിന്നെ സെൽഫ് ഇൻട്രോ വീഡിയോ പറഞ്ഞിട്ട് നമ്മള് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്നും നോക്കണില്ലേ, ഇതാരാണ്, ഭാര്യമാരാണോ, വാപ്പയാണോ, ഉമ്മയാണോ, അച്ഛനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്നാ ഓക്കെ.